വെൽക്കം ബാക്ക് ടു താഹിർ വ്ളോഗ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് സ്കൂൾസും കോളേജൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റിനും സ്റ്റുഡൻസിനും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ കോളേജിലൊന്നും പോകാണ്ട് നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സായിട്ട് ഒരു വീഡിയോ കോൺഫറൻസ്, വീഡിയോ കോളിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. വാട്സപ്പിലാകുമ്പോൾ 4 ആൾക്കാരെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇതിലാവുമ്പോൾ ഒരു 100 ആൾക്കാരെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സിസ്കോ വെബെക്സ് മീറ്റിംഗ്. ഇത് ആൻഡ്രോയിഡിലും iOSലും വിൻഡോസ് പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യാം, iOSലാണെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. പ്ലേ സ്റ്റോറിൽ പോവാം, അവിടെ പോയി വെബെക്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെബെക്സ് മീറ്റിംഗ് എന്ന് വരും. ഇവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഓപ്പൺ എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇൻസ്റ്റാൾ ചെയ്തതിന് കുറച്ച് പെർമിഷൻസ് ചോദിക്കും, മൈക്രോഫോൺ, വീഡിയോ ക്യാമറ, അതൊക്കെ അലോ കൊടുക്കുക. എന്നാൽ മാത്രമേ മീറ്റിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് മൈക്രോഫോണും ക്യാമറ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വെബെക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. ഓപ്പൺ ആവുന്നുണ്ട്. ഇതിൽ ഞാൻ 2 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എങ്ങനെ ഒരു ഷെഡ്യൂൾഡ് മീറ്റിംഗ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്കൊരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം. ഷെഡ്യൂൾഡ് മീറ്റിംഗ് ചെയ്യണമെങ്കിൽ എല്ലാ സോഫ്റ്റ്വെയർ പോലെയും ഈ ആപ്ലിക്കേഷനിലും നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് സൈൻ അപ്പ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിനാൽ ഒരു വെബ് ബ്രൗസറിലേക്ക് ഒരു ലിങ്ക് ഓപ്പൺ ആവും. അത് ഓക്കെ കൊടുത്ത് ഓപ്പൺ ചെയ്യാം. അക്കൗണ്ട് ക്രിയേഷൻ ഭയങ്കര സിമ്പിളാണ്, ഒരു 2 സ്റ്റെപ്പേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ഈ ഒരു ഇമെയിൽ ID കൊടുക്കാം. ഇമെയിൽ ID കൊടുത്തിട്ട് സൈൻ അപ്പ് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടുത്ത വിൻഡോയിലേക്ക് നമ്മളെ റീഡയറക്റ്റ് ചെയ്യും. അവിടെ 3 കാര്യങ്ങൾ ചോദിക്കും, നമ്മുടെ കൺട്രി, നമ്മുടെ ഫുൾ നെയിം. ഇത് 3 കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്താൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത മെയിലിലേക്ക് ഒരു ഇമെയിൽ വെബെക്സ് അയക്കും. അവിടെയാണ് ഈ ലോഗിൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക, അതിൻ്റെ ലിങ്ക് ഉണ്ടാവുക. നമുക്കൊന്ന് ആ ഇമെയിലൊന്ന് തുറന്ന് നോക്കാം. ഇതിലിപ്പോൾ ഓൾറെഡി സിസ്കോ എന്നൊരു മെയിൽ വന്നിട്ടുണ്ട്. ആ മെയിലൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതിലൊരു ലിങ്ക് ഉണ്ട്, ക്രിയേറ്റ് പാസ്വേഡ്. ആ ക്രിയേറ്റ് പാസ്വേഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. ഇവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. മസ്റ്റ് ഇൻക്ലൂഡ്, മസ്റ്റ് നോട്ട് ഇൻക്ലൂഡ്. ഈ കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന പാസ്വേഡ് കൊടുക്കുക. ഇനി നമുക്കിവിടെ ഒരു പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും വെബെക്സിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെബെക്സിലേക്ക് പോയി നോക്കാം. നമ്മളിനി വെബെക്സിൽ വന്നിട്ട് ഇവിടെ സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുത്ത അടുത്ത വിൻഡോയിലേക്ക് പോകും. അവിടെ നിങ്ങൾ നേരത്തെ കൊടുത്ത ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ സെലക്ട് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. അതായത് നിങ്ങൾ വെബെക്സിൽ ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്തതിനാൽ അവിടെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മീറ്റിംഗ് റൂം കൂടെ ക്രിയേറ്റ് ആവും. അത് ഡീഫോൾട്ടായി താഴെ വരും. ആ താഴെ വരുന്ന ID സെലക്ട് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇനി നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് പെർമിഷൻസ് ചോദിക്കും. ആ പെർമിഷൻസൊക്കെ ഓക്കെ അപ്ലൈ കൊടുക്കാം. ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യാം. അപ്പോൾ പിന്നെ പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഒരു മീറ്റിംഗ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് 2 രീതിയിൽ മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാം, ഷെഡ്യൂൾഡ് മീറ്റിങ്ങും പിന്നെ പെട്ടെന്നുള്ളൊരു മീറ്റിങ്ങും. ഷെഡ്യൂൾഡ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഒരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതായത് വേറൊരു ദിവസത്തേക്ക്, എക്സാമ്പിൾ നാളെ 3 മണിക്കേക്കുള്ള മീറ്റിംഗ് ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. അതാണ് ഷെഡ്യൂൾഡ് മീറ്റിംഗ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, അങ്ങനെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ കാണുന്ന വിൻഡോന്ന് ജസ്റ്റ് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യാം. അപ്പോൾ വേറൊരു വിൻഡോ കിട്ടും, മൈ മീറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട്. ആ മൈ മീറ്റിംഗ്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്ലസ് ബട്ടൺ കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടും. ഇതിലുണ്ട് മീറ്റിംഗ് ടോപ്പിക്,
മീറ്റിംഗ് ടോപ്പിക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് തൊട്ട് താഴെ പാസ്വേഡ് കാണാം. പാസ്വേഡ് ഡീഫോൾട്ട് ഒരു പാസ്വേഡ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് മാറ്റുന്നെങ്കിൽ മാറ്റാം. അതിനുശേഷം എൻ്റർ ഇൻവൈറ്റ് ഇമെയിൽ ID, അതായത് നിങ്ങൾ ഈ മീറ്റിംഗ് പങ്കെടുപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ ഇമെയിൽ ID നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഒരു ഇൻവിറ്റേഷൻ ഇമെയിൽ അവർക്ക് പോകും. അതിൻ്റെ താഴെ ഡേറ്റ്, ടൈം, ഡ്യൂറേഷൻ, ഏത് ഡേറ്റിലാണ് ഏത് ടൈമിലാണ് വേണ്ടതെന്ന് കൊടുക്കാം. എത്ര മണിക്കൂറാണ് നിങ്ങൾ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഡ്യൂറേഷൻ. ഫ്രീ വേർഷനിൽ നമുക്ക് മാക്സിമം 50 മിനിറ്റ്സ് മാത്രമേ ഒരു മീറ്റിംഗ് ചെയ്യാൻ കഴിയൂ. നിങ്ങൾ പെയ്ഡ് വേർഷൻ ആണെങ്കിൽ 24 hours ചെയ്യാം. പെയ്ഡ് വേർഷൻ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ പെർ മന്ത് $13 കാണിക്കുന്നതിൽ. ഇത് എല്ലാം കൊടുത്തിട്ട് ഷെഡ്യൂൾ കൊടുക്കാം. ഈ ഷെഡ്യൂൾ കൊടുക്കുന്ന സമയത്ത് മീറ്റിംഗ് ക്രിയേറ്റ് ആവുകയും ചെയ്യും. നമ്മൾ ആ നേരത്തെ ഇൻവൈറ്റ് ഇമെയിൽ ID കൊടുത്തിട്ടില്ലേ, അവർക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇമെയിലും പോകും. ഈ മീറ്റിംഗ് ഓട്ടോമാറ്റിക്കായി സ്റ്റാർട്ടാവും. നമ്മൾ കൊടുത്ത സമയത്ത് ഓട്ടോമാറ്റിക്കായി സ്റ്റാർട്ട് ആയിക്കോളും. ഇപ്പോൾ എനിക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. അതിലുണ്ട് ഇങ്ങനെ ഒരാൾ ഒരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങളെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ആ ഇമെയിലുണ്ട്. ഇത്രയാണ് ഷെഡ്യൂൾഡ് മീറ്റിങ്ങിൻ്റെ കാര്യം. ഇനി നമുക്ക് നോർമൽ പെട്ടെന്നൊരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ ആ മെയിൻ വിൻഡോയിൽ തന്നെ പോവാം. അവിടെ സ്റ്റാർട്ട് മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് മീറ്റിംഗ് ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് മീറ്റിംഗ് ക്ലിക്ക് ചെയ്താൽ മീറ്റിംഗ് സ്റ്റാർട്ടാവും. അവിടെ ഓഡിയോ കണക്ട് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെ കൊടുക്കാം. എന്നിട്ട് സ്റ്റാർട്ട് മീറ്റിംഗ് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നിങ്ങളെ മീറ്റിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം, വീഡിയോ ഓൺ ആക്കാം, ഓഫ് ആക്കാം, എന്ത് വേണമെങ്കിൽ ഇവിടുന്ന് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ മീറ്റിംഗ് റൂം. ഇപ്പോൾ ഈ ഒരു മീറ്റിംഗ് റൂം നിങ്ങൾക്ക് മറ്റൊരു ആൾക്കാർ ഇപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് നമ്മളെ നേരത്തെ ഇതില്ലേ മൈ മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു വിൻഡോ ഇല്ലേ, അതിലേക്ക് പോവാം. അവിടെ മുകളിൽ കാണും എൻ്റെ ഒരു മീറ്റിങ്ങിൻ്റെ പേര് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഷെയർ ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഇമെയിൽ വഴിയോ എങ്ങനെയും ഷെയർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ജോയിൻ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ താഴെ ഒരു 3 ഡോട്ട്സ് ഉണ്ട്. ആ ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ് കിട്ടും. ആ സെറ്റിങ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ് ലോക്ക് റൂം. ലോക്ക് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോക്ക് റൂം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മീറ്റിങ്ങിലേക്ക് ആർക്കും ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പെർമിഷൻ വേണം. നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും, ഒരാൾ ജോയിൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, അവർ അഡ്മിറ്റ് ചെയ്യണോ. നിങ്ങൾ അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ നിങ്ങൾക്ക് സാധാ ആ ലിങ്ക് ആരുടെയൊക്കെ കയ്യിലുണ്ട് അവർക്കൊക്കെ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഓപ്ഷനല്ല, നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ കണ്ടൻറ്റ്, ചാറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കാം. ഇതിന് മുകളിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ഐക്കൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മീറ്റിംഗ് നിങ്ങൾക്ക് എൻഡ് ചെയ്യണമെങ്കിൽ ആ ക്രോസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീറ്റിംഗ് എൻഡ് ചെയ്യാം. ഇത്രയാണ് മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് എങ്ങനെയാണ് ഒരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. 2 ഓപ്ഷൻ ഉണ്ട്. ഒരു ഓപ്ഷൻ സിമ്പിളാണ്. മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്ത ആൾ ഓൾറെഡി നമുക്ക് ആ ലിങ്ക് അയച്ചിട്ടുണ്ടാവും, വാട്സപ്പ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഇമെയിൽ വഴിയോ. ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഡയറക്റ്റ് അതിലേക്ക് ലോഗിൻ ആവും. ഇതിൽ ജോയിൻ ആയിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ മൈക്ക് മ്യൂട്ട് ചെയ്യാനും ക്യാമറ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതിനുശേഷം ജോയിൻ കൊടുക്കുക, അപ്പോൾ ജോയിൻ ആവും. ഇത് നിങ്ങൾക്ക് 2 വിൻഡോ കാണാൻ പറ്റും. അതായത് ഒന്ന് ഹോസ്റ്റ്, മറ്റേത് രണ്ടാമത് ജോയിൻ ചെയ്ത ആൾ. അത് എൻ്റെ 2 ഡിവൈസാണ്. നമുക്കിപ്പോൾ കാണാൻ പറ്റും 2 ആളെ. ഞാൻ ക്യാമറ ഓഫ് ആക്കിയതാണ് അതിൽ എൻ്റെ വീഡിയോ ഒന്നും കാണാത്തത്. രണ്ടാമത്തെ മെത്തേഡ്, ഈ വിൻഡോയിൽ നമുക്ക് ജോയിൻ മീറ്റിംഗ് കൊടുക്കാം. അവിടെ ഒരു ഓപ്ഷൻ വരും, URL ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ ID കൊടുക്കാനോ. ഇത് നെക്സ്റ്റ് അടിച്ചതിന് ഒരു പാസ്വേഡും കൂടി ചോദിക്കും. ഒന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ മീറ്റിങ്ങിൽ ജോയിൻ ആവും. ഇത്രയും സിമ്പിളാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയി പിൻ ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.